ആദ്യമായി സംസാരിക്കുന്ന ഒരു വേദിയായി ഈ വേദിയെ കാണുകയാണ്. മറ്റെല്ലാ വേദികളിലും ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്തെങ്കിലും മുഖവുര അല്ലെങ്കിൽ ആമുഖമായിട്ടൊക്കെ പറയേണ്ടത് ആവശ്യമാണ്. തീർച്ചയായും കഴിഞ്ഞ വർഷം തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ശ്രീമതി പ്രഭയുടെ കഴിഞ്ഞ വർഷം അനിൽകുമാർ ആയിരുന്നു അവിടുത്തെ മെമ്പർ. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം രാത്രിയായിരുന്നു. പിന്നെ മറ്റൊന്ന് അതിൻ്റെ അടുത്ത് തന്നെ വേറെ റെസിഡൻസ് അസോസിയേഷൻ, മറന്നുപോയി അതിൻ്റെ പേര്. അവിടെയൊക്കെ തന്നെ ഈ പരിപാടിയുമായി ഉദ്ഘാടനവുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു താൽക്കാലിക വേഷം മാത്രമാണ് കാണുന്നത്. എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മിത്രങ്ങൾ, ഇവിടുത്തെ മണ്ണും പുല്ലും ഒക്കെ തന്നെ എന്നെ അറിയുന്നതാണ്. അപ്പോഴെന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അധ്യക്ഷൻ ശ്രീ മോഹൻ പറഞ്ഞ പോലെ ഈ കുറ്റുൾക്കാവും പരിസരവും ഒക്കെ തന്നെ ട്രൗസേഴ്സ് ഇട്ട് നടക്കുന്ന കാലം മുതൽക്കുള്ള കൂട്ടുകാരാണ് ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾ. അന്നൊന്നും ഇത്രയും വീടുകളിൽ വീണിട്ടില്ല. കുറ്റുൾ തറവാട് എന്ന് പറയുമ്പോഴും എൻ്റെ തറവാട് പോലെ തന്നെയാണ്. പ്രത്യേകിച്ചും ശ്രീ കൃഷ്ണൻ ഉണ്ണി, നമ്മളെ റോയൽ, അവിടെ കയറാത്ത ദിവസങ്ങളില്ല എന്ന് പറയാം ഒരു കാലഘട്ടത്തിൽ. പിന്നെ നമ്മൾ എല്ലാവരെയും പോലെ തന്നെ പ്രാരബ്ധക്കാരായി വളർന്നു വലുതായി ജോലി കിട്ടി നമ്മുടേതായുള്ള സംവിധാനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയി ഉത്തരവാദിത്തപ്പെട്ട ആളുകളായി വിവാഹം കഴിച്ചു, അച്ഛനായി, മക്കളായി, മക്കൾക്ക് മക്കളായി, അങ്ങനെയുള്ളൊരു പാതയിലൂടെ എല്ലാവരെയും പോലെ പോകുന്നൊരു വ്യക്തി മാത്രമാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരൻ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ആമുഖമില്ലാതെ, ഒരു തരത്തിലുള്ള ഇൻട്രോ ഇല്ലാതെ എൻ്റെ മുന്നിലിരുന്ന് കുറച്ച് കുട്ടികൾക്ക് മാത്രം, ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് അത്ര അങ്ങോട്ട് എന്നെ അറിയുണ്ടാവില്ല, അവരുടെ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുത്ത വിവരമല്ലാതെ. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യമില്ല. ഈ ഒരു സായാഹ്നം ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ ഓർഗനൈസേഴ്സ്, അവരെ ഞാൻ വാക്കാൽ തന്നെ നേരത്തെ തന്നെ പിന്നെ ഇതിൻ്റെ ഭാരവാഹികളോട് നേരിട്ട് പറയുന്നത്, ഒരു ചെറിയ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോഴുണ്ടാവുന്ന അതിൻ്റെ വിഷമം, സ്ട്രെയിൻ, സ്ട്രെസ്, ഉപരിയായിട്ട് ഒരുപാട് വിമർശനങ്ങൾ, അതൊക്കെ കേട്ട് വളർന്ന ആളാണ് ഞാൻ. നിങ്ങളുടെ ഇടയിൽ ഇവിടെ വലിയൊരു സംഘടന ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന. ഒരു 60 പിന്നിട്ട ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയാം. ഒരു 40ന്റെ മേധ നിൽക്കുന്നവർക്ക് കുട്ടികളങ്ങാടി പൗരസമിതി വർഷങ്ങളോളം നിലനിർത്തിക്കൊണ്ടുവന്ന വ്യക്തികളിൽ ഒരാൾ, എൻ്റെ അമരക്കാരനായിട്ടും നിന്നിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് അതിജീവിച്ചാണ് ഇത്തരത്തിലൊരു സായാഹ്നം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ആ സമയം മുതൽ രാത്രി വരെ നീണ്ടത് സംഘടിപ്പിക്കാനും അതിൽ പങ്കെടുക്കാനും. ഇത് രണ്ടും രണ്ടാണ്. സംഘടിപ്പിക്കുന്നതിൻ്റെ സ്ട്രെയിൻ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പേരിൽ ഒതുങ്ങിപ്പോകുന്നു. പലപ്പോഴും ഇതിന്റെ ഭാരവാഹികൾക്ക് ഇത് മതിയാക്കി പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതിന്റെ പ്രധാന കാരണം അവർ കുറച്ചു പേരായിട്ട് ഒറ്റപ്പെട്ടു പോകുന്നതുകൊണ്ടാണ്. അത് റെസിഡൻസ് അസോസിയേഷനായാലും ഓർഗനൈസേഷനായാലും ഏതൊരു സംഘടനയായാലും ചിലപ്പോൾ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷറോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആ ജീവനാന്ത പ്രസിഡന്റും ട്രഷറും സെക്രട്ടറിക്ക് ആയിട്ട് നിൽക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവാറുണ്ട്. ഞാൻ ആ വാക്ക് മനഃപൂർവ്വം ഉപയോഗിക്കുകയാണ്, ഗതികേട്. കാരണം ഇത് ഏറ്റെടുക്കാൻ ആളില്ല. എന്നാൽ ഇതിനെ